പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 19ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 25 നോമ്പിൻ്റെ 2ാം ദിവസമായ ഈ ദിവസത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗങ്ങളായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. ഈ തിരുവചന ഭാഗങ്ങളുടെ പൊരുളറിഞ്ഞ് ഇവ നൽകുന്ന സന്ദേശങ്ങൾ ധ്യാനിച്ച് ക്രിസ്മസിനായി നന്നായി ഒരുങ്ങാൻ നമുക്ക് പരിശ്രമിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ മനുഷ്യ അവതാര രഹസ്യത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇത് മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള യോഹന്നാൻ ശ്ലീഹായുടെ ദർശനം അവതരിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ്. അനാദിയിലെ പിതാവിനോട് കൂടെയായിരുന്ന ദൈവം തന്നെയായ പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ ആളായ പുത്രൻ തമ്പുരാനാണ് മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പക്കലേക്ക് വന്ന് നമ്മുടെ ഇടയിൽ വസിച്ചത്. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. സമസ്തവും അവൻ വഴിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുൾ അജ്ഞതയുടെയും തിന്മയുടെയും പ്രതീകമാണ്. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനമായ പുത്രൻ തമ്പുരാൻ നമുക്ക് ജീവൻ പകരുന്ന വെളിപാടിൻ്റെ വെളിച്ചമാണ്. യേശു സകല ജനത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമാണ്. യോഹന്നാൻ 1:9. ലോകത്തിൻ്റെ പ്രകാശമാണ് അവിടുന്ന്. യോഹന്നാൻ 8:12, 12:46. യേശു വെളിച്ചമാണ്, പ്രകാശമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവിടുന്ന് നമുക്ക് ദൈവികമായ അറിവ് പകരുന്ന വെളിപാടിൻ്റെ വെളിച്ചമാണെന്നതാണ്. ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം തന്നെയായ വചനമായ പുത്രൻ തമ്പുരാനാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നത്. യേശുവിലൂടെ ദൈവത്വത്തിൻ്റെ സർവ്വസമ്പൂർണതയും നമുക്ക് വെളിപ്പെടുത്തി തന്നു. 25 നോമ്പിൻ്റെ ആരംഭത്തിൽ അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് മനുഷ്യാവതാരം ചെയ്ത പുത്രൻ തമ്പുരാനിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാട് സ്വീകരിച്ച് ദൈവിക അറിവിൻ്റെയും നന്മകളുടെയും പൂർണ്ണതയിലേക്ക് കടന്നു വരാനാണ് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അവിശ്വാസവും അജ്ഞതയുമാണല്ലോ എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. നാം യേശുവിൽ വിശ്വസിച്ച് ദൈവിക വെളിപാടിൻ്റെ പ്രകാശത്തിലേക്ക് വന്നാൽ പിന്നെ അന്ധകാരത്തിന് അഥവാ തിന്മയ്ക്ക് നമ്മെ കീഴടക്കാനാവില്ല. കാരണം ഇരുളിൽ പ്രകാശിക്കുന്ന ഇരുളിന് അഥവാ തിന്മയ്ക്ക് കീഴടക്കാൻ കഴിയാത്ത വെളിച്ചമാണ് യേശു. ക്രിസ്മസിൻ്റെ ഈ കാലയളവിൽ സർവനന്മ സ്വരൂപനും ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയുമായ യേശുവിലൂടെ ദൈവിക അറിവിൻ്റെ വെളിച്ചത്തിലേക്കും നന്മയുടെ പൂർണ്ണതയിലേക്കും വളർന്ന് തിന്മയുടെ ശക്തിയെ ക്ഷയിപ്പിക്കാനും നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാനുമാണ് ദൈവം ഈ തിരുവചന ഭാഗം വഴി നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമതായി, യേശുവിലൂടെ
ദൈവിക വെളിച്ചത്തിലേക്ക് കടന്നു വന്ന മക്കൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹമാണ് നിയമങ്ങളുടെ എല്ലാം പൂർത്തീകരണം. രണ്ടാമതായി ശ്ലീഹ പറയുന്നു, നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണിത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ മൂന്നാമതായി നാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. പകലിന് യോജിച്ച വിധം നാം പെരുമാറണം. എന്താണ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ? യേശുവിലുള്ള വിശ്വാസവും സ്നേഹവും അറിവിൻ്റെ അഥവാ ദൈവിക വെളിപാടിൻ്റെ വെളിച്ചവുമാകുന്ന പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ. ഈ ആയുധങ്ങൾ ധരിച്ച് പകലിന് യോജിച്ച വിധം പെരുമാറാൻ നാം പരിശ്രമിക്കണം. നാലാമതായി ആഴമായ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുന്നവർ തിന്മയുടെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കണം. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ മറ്റേതെങ്കിലും വിധത്തിലുള്ള തിന്മയിലോ വ്യാപരിക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുകയുമരുത്. അഞ്ചാമതായി തിന്മ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, പകരം നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണം. നമ്മെ പ്രതി വചനമായ പുത്രൻ തമ്പുരാൻ മാംസം ധരിച്ച് മർത്യ ശരീരമെടുത്തു. അതുവഴി പാപപങ്കിലമായ നമ്മുടെ മനുഷ്യത്വത്തെ അവിടുത്തെ ദൈവത്വത്തോട് ചേർത്തു വച്ച് വിശുദ്ധീകരിച്ചു. ആ യേശുവിനെ പ്രതി, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി നാം യേശു ക്രിസ്തുവിനെ ധരിക്കണം. അതായത് യേശു നമ്മുടെ മർത്യ ശരീരം സ്വീകരിച്ചതുപോലെ നാം യേശുവിൻ്റെ ദൈവത്വത്തെ സ്വീകരിക്കണം. അങ്ങനെ ദൈവവുമായി ഐക്യപ്പെടണം. ക്രിസ്മസിനായുള്ള ഒരുക്കത്തിൻ്റെ 25 നോമ്പിൻ്റെ ഈ കാലയളവിൽ ഈ വചന സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് നിരന്തരം ധ്യാനിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ ദൈവത്വം സ്വീകരിച്ച് അവിടത്തോട് ഐക്യപ്പെട്ട ജീവിതം നയിക്കാനും തിന്മയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ക്രിസ്തുവിന് അനുരൂപനായി പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് ക്രിസ്തുവിലേക്ക് വളരുകയും ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ പരിപൂർണതയിലേക്കും വളരുകയും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുകയും ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. നിരന്തരം ഇവ ധ്യാനിച്ച് നല്ല ഒരുക്കത്തോടെ മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടുന്ന് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.